ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. സാബത്ത് ആചരണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇന്ന് നാം ധ്യാനിക്കുന്നത്. ദൈവം തൻ്റെ പ്രവൃത്തിയിൽ നിന്ന് വിരമിച്ച് 7-ാം ദിവസം വിശ്രമിച്ചു. സൃഷ്ടികർമ്മം പൂർത്തിയാക്കി തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് വിരമിച്ച് വിശ്രമിച്ച 7-ാം ദിവസത്തെ ദൈവം അനുഗ്രഹിച്ച് വിശുദ്ധമാക്കി. ഉൽപ്പത്തി 2:2-3 വാക്യങ്ങൾ. മോശയിലൂടെ തൻ്റെ ജനമായ ഇസ്രായേലിനോട് കർത്താവ് ഇപ്രകാരം കൽപ്പിച്ചു: സാബത്ത് വിശുദ്ധ ദിനമായി ആചരിക്കണമെന്ന് ഓർമ്മിക്കുക. 6 ദിവസം അധ്വാനിക്കുക, എന്നാൽ 7-ാം ദിവസം നിന്റെ ദൈവമായ കർത്താവിൻ്റെ സാബത്താണ്. അന്ന് ഒരു വേലയും ചെയ്യരുത്. എന്തെന്നാൽ കർത്താവ് 6 ദിവസം കൊണ്ട് സമസ്തവും സൃഷ്ടിച്ചു, 7-ാം ദിവസം വിശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ അവിടുന്ന് സാബത്ത് ദിനത്തെ അനുഗ്രഹിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്തു. പുറപ്പാട് 20:8-11 വരെ. വിശുദ്ധീകരിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ദൈവികമായ ഉദ്ദേശത്തിനായി വേർതിരിച്ച് പ്രതിഷ്ഠിക്കുക എന്നതാണ്. നിയമാവർത്തനം 5:13 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നതനുസരിച്ച് ഈജിപ്തിലെ അടിമത്വത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ ജനത്തെ ഉടമ്പടി ബന്ധത്തിലേക്ക് ഉയർത്തിയ ദൈവമായ കർത്താവിൻ്റെ രക്ഷാകര പ്രവർത്തനങ്ങളെ ഓർത്ത് ധ്യാനിക്കുന്നതിനും അവിടുത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നതിനും വേണ്ടി വേർതിരിക്കപ്പെട്ട ദിനമാണ് സാബത്ത്. 7-ാം ദിവസം വിശ്രമിക്കുന്നതിന് 3 പ്രധാന കാരണങ്ങളാണുള്ളത്. 1, 6 ദിവസം കൊണ്ട് പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് 7-ാം ദിവസം വിശ്രമിച്ച യാഹ്വേയുടെ മാതൃക പിന്തുടരാൻ. 2, ദൈവവും ഇസ്രായേലും തമ്മിലുള്ള ഉടമ്പടി ബന്ധത്തിൻ്റെ അടയാളമായി. 3, ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിനുള്ള മാർഗമായി. എബ്രായർക്കെഴുതിയ ലേഖനം 4:3 മുതലുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: എൻ്റെ ക്രോധത്തിൽ ഞാൻ ശപഥം ചെയ്തതുപോലെ അവരൊരിക്കലും എൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയില്ല. ദൈവത്തിൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നവൻ അവിടുത്തെ പോലെ തൻ്റെ ജോലിയിൽ നിന്ന് വിരമിക്കുന്നു. നമുക്കും ആ വിശ്രമത്തിലേക്ക് പ്രവേശിക്കാൻ ഉത്സുകരായിരിക്കാം. ഇവിടെ എൻ്റെ ക്രോധത്തിൽ ഞാൻ ശപഥം ചെയ്തതുപോലെ എന്ന് തുടങ്ങുന്ന വാക്കുകൾ സംഖ്യ 14:28 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവിനെ ധിക്കരിച്ചവരാരും വാഗ്ദത്ത ഭൂമിയിലെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയില്ലെന്ന് കർത്താവ് ശപഥപൂർവ്വം പറയുന്നതിനെക്കുറിച്ചാണ്. അപ്രകാരം സംഭവിക്കുകയും ചെയ്തു. നമ്മുടെ നിത്യവിശ്രമത്തിൻ്റെ മുൻ ആസ്വാദനമായ സാബത്ത് വിശുദ്ധമായി ആചരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി അനശ്വരതയുടെ ആത്മനിർവൃതി ഇഹത്തിൽ അനുഭവിച്ച് ആ നിത്യവിശ്രമത്തിലേക്ക് പ്രവേശിക്കാൻ സദാ ഉത്സുകരായിരിക്കാം നമുക്ക്. ഇത് ഇടയ്ക്കിടെ ധ്യാനിച്ച് സാബത്ത് ആചരണത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി അത് കൂടുതൽ അർത്ഥപൂർണമാക്കാൻ പരിശ്രമിക്കാം. ശരീരത്തിനും ആത്മാവിനും വിശ്രമം നൽകുന്ന സാബത്ത് നമ്മുടെ ഇഹലോക ജീവിതത്തെയും സമാധാനപൂർണവും ആനന്ദകരവുമാക്കി തീർക്കും. അതിനായി സർവശക്തൻ നമ്മെ സഹായിച്ച് അനുഗ്രഹിക്കട്ടെ. ആമേൻ.